ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ഹോളി ലാൻഡിൻ്റെ M2 ആണ്. ഇത് എല്ലാവരുടെയും തന്നെ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്ററിൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ചോയ്സ് ഓഫ് മൈക്കായിരിക്കും നമ്മുടെ ഈ ഒരു M2 എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ള കോംബോ എന്ന് പറയുന്നത് വയർലെസ് ലാവിലിയർ മൈക്രോഫോൺ മിനി കോംബോ ആണ്. നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് രണ്ട് റിസീവർ വരുന്നുണ്ട്. രണ്ട് റിസീവറിനകത്ത് ഒന്ന് ക്യാമറേൻ്റെ റിസീവറും വരുന്നുണ്ട്, ക്യാമറ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസീവറും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫോണിൽ കുത്തിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസീവറും വരുന്നുണ്ട്. അങ്ങനെ രണ്ട് റിസീവർ വരുന്നുണ്ട്, രണ്ട് ട്രാൻസ്മിറ്റർ വരുന്നുണ്ട്, അതുപോലെ ഇതേപോലെ ഒരു ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പെട്ടി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ബോക്സ് വരുന്നത്. നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് എന്തുണ്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഫോണിൻ്റെ ബിൽഡ് ഇൻ മൈക്കിലാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് നമുക്കിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് ലോങ്ങർ ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ENC വരുന്നുണ്ട്, യൂണിവേഴ്സൽ കോമ്പാക്റ്റബിൾ ആണ്. പിന്നെ നമുക്ക് ബട്ടൺ സൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബാക്കിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫീച്ചറുകളായിട്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ ലാർക്ക് M2 എന്നുള്ള ആ ഒരു റൈറ്റിംഗ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് മെയ്ഡ് ടു ഇൻസ്പയർ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്രയും സാധനങ്ങൾ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്കിത് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ പുറത്തായിട്ട് ആദ്യം നമുക്കിതേപോലെ ഒരു പ്ലാസ്റ്റിക് വരുന്നുണ്ട്, ചെറിയൊരു തിൻ പ്ലാസ്റ്റിക് വരുന്നുണ്ട്. നമുക്കത് ആദ്യം ഓപ്പൺ ചെയ്യാം. ഇതുപോലെ നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് വരുന്നുണ്ട്. ഇതെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ബോക്സ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഓപ്പണിങ് കൂടെ വരുന്നുണ്ട്. ഇതും കൂടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു ബുക്ക് വരുന്നുണ്ട്. അതിനകത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുക്കിനകത്ത് വരുന്നത് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹോളി ലാൻഡിൻ്റെ ആ ഒരു ഇൻവിറ്റേഷൻ കാർഡ് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് ആ ഒരു ചെറിയ നമ്മുടെ മൈക്കിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് സ്റ്റിക്കർ, ഇതുപോലെ ഒരു ചെറിയൊരു കാർഡ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ക്വിക്ക് ഗൈഡും പിന്നെ ബാക്കി ഇൻസൈഡ് ദ ബോക്സ് എന്തൊക്കെയുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് സാധനം മാറ്റി വെക്കാം. നമ്മുടെ മെയിൻ സാധനം വരുന്നത് ഇതാണ്. നമ്മുടെ മെയിൻ സാധനം വരുന്നത് ഇതിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ചെറിയൊരു ഫുൾ സ്ട്രിപ്പ് ഇവിടെ വരുന്നുണ്ട്. അത് പുള്ള് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബാഗ് ഇതിനകത്ത് വരും. ഇതാണ് നമുക്ക് ആ ഒരു ക്യാരിയിങ് പൗച്ച് വരുന്നത്. ക്യാരിയിങ് പൗച്ച് അല്ലാണ്ട് നമുക്ക് അതിനകത്ത് വേറെ ഒന്നും വരുന്നില്ല. ഒരു ക്യാരിയിങ് പൗച്ച് വരുന്നുണ്ട്. ഈ ക്യാരിയിങ് പൗച്ചിൻ്റെ അകത്ത് അതിൻ്റെ ആ ഒരു റിസീവർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു USB-A to Type-C ഒരു കേബിൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊരു 3.5mm മറ്റേ നമ്മളൊരു ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനുള്ള 3.5mm കേബിൾ വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വിൻ ബ്ലാസ്റ്റർ വരുന്നുണ്ട്, നമ്മുടെ ആ ഒരു പഞ്ഞി പോലത്തെ സാധനം. പിന്നെ നെക്ക് ബാൻഡ് വരുന്നുണ്ട്. നെക്ക് ബാൻഡ് വേണമെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നെക്ക് ബാൻഡ് വരുന്നത്. നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് നെക്ക് ബാൻഡാണ് വരുന്നത്. നമുക്കിത് കഴുത്തിൽ കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇതിനകത്ത് നമുക്ക് സുഖമായിട്ട് ഇതേപോലെ മാഗ്നറ്റിക്കിൽ അറ്റാച്ച് ചെയ്ത് നമുക്ക് കഴുത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ തൂക്കിയിട്ട് നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു വിൻ ബ്ലാസ്റ്റർ വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ വിൻ ബ്ലാസ്റ്റർ ഇതാണ് വരുന്നത്. നമുക്കിതിൻ്റെ ആ ഒരു മൈക്കിൻ്റെ മണ്ടയിൽ കൂടി ഇതിങ്ങനെ
ഒരു ഡ്രസ്സ് പോലെ നമുക്കിങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ അത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു റിസീവർ വരുന്നുണ്ട്. നമ്മൾ ആ ഫോണിലൊക്കെ കുത്താൻ പറ്റുന്ന നമുക്ക് റിസീവർ. ഇതാണ് നമ്മുടെ ആ ഒരു USB Type-Cൻ്റെ നമുക്ക് റിസീവർ വരുന്നത്. റിസീവറിനകത്ത് നമുക്ക് ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് വരും. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് USB Type-Cൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്. വേണേൽ നമുക്ക് ഇത് കുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഫോണൊക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തന്നെ ആ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു വിൻ ബ്ലാസ്റ്റിന് തന്നെ വേറെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. 2 പേരാണ് വരുന്നത്. പിന്നെ ഇതേപോലെ കേബിൾ, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് എടുത്ത് വെക്കാൻ പറ്റും. മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ കൊള്ളാം. നല്ല അടിപൊളി നമ്മൾ സ്റ്റാൻഡേർഡ് പാക്കേജിങ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് അത്യാവശ്യം ആ ഒരു ക്വാളിറ്റി നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു പാക്കിംഗ് ആണ് നമുക്കിതിനകത്ത് വരുന്നത്. നല്ലൊരു സ്റ്റേബിൾ പെട്ടി വരുന്നുണ്ട്. നമുക്കിനി നമ്മുടെ മെയിൻ സാധനത്തിലേക്ക് പോകാം. നമ്മുടെ മെയിൻ സാധനം നമുക്കിതാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. നമുക്ക് ആ ഒരു ഹോളി ലാൻഡ് എന്നുള്ള ആ ഒരു റൈറ്റിങ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാം. പിന്നെ നമുക്കിതിനകത്ത് ഇവിടെ ആയിട്ടാണ് നമുക്ക് USB Type-Cൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. മൊത്തത്തിൽ നമ്മളൊരു വളരെ സിമ്പിളായിട്ട് നമുക്കിത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പിലാണ് നമുക്ക് ഈ ഒരു ബോക്സ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇതാണ് നമ്മുടെ ഇപ്പോൾ ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അഡാപ്റ്റർ നമുക്ക് ഇതിനകത്ത് ഇവിടെ വരുന്നുണ്ട്. അതിലൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഗെയിന് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അതൊക്കെയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ആ ഒരു ക്യാമറയിലേക്ക് കൊടുക്കേണ്ടത്. 3.5mm ജാക്ക് കണക്ട് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ആയിട്ടാണ്. നമുക്കത് ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. അങ്ങനെ 2 മൈക്കാണ് നമുക്ക് ഈ ഒരു സെറ്റിൻ്റെ കൂടെ വരുന്നത്. ഇതുപോലെ 2 മൈക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ ബാക്കിലായിട്ട് ഇതേപോലെ ഒരു മാഗ്നറ്റ് വരുന്നുണ്ട്. ഈ മാഗ്നറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ആ വേണമെങ്കിൽ ആ ഒരു ഈ സാധനം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡിൽ നമുക്കിതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഡ്രസ്സിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വേണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഒരു മാഗ്നറ്റ് വരുന്നത്. ചെറിയൊരു ബട്ടൻ്റെ സൈസേ വരുന്നുള്ളൂ. ചെറിയൊരു സാധനമാണ്. ഇനി ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബട്ടൺ നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്ന ആ ഒരു ബട്ടണാണിത്. ഞാൻ നിങ്ങളെ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോളി ലാൻഡിൻ്റെ ആ ഒരു മൈക്ക് കണക്ട് ചെയ്ത് അതിൽ നിന്ന് വരുന്ന വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് 2 മൈക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യണം. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിതുപോലെ ഇങ്ങനെ ബ്ലൂ ആയിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ബ്ലിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ ഗ്രീൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ബ്ലൂ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് വോയിസ് ക്യാൻസലേഷൻ നമുക്ക് ഓഫ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഗ്രീനിലാണ്, നമ്മുടെ വോയിസ് ക്യാൻസലേഷൻ ഓൺ ആണ്. പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഓഫ് ആവും. ഇപ്പോൾ നമ്മളാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിത് വീഡിയോ പോസായി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇതേപോലെ നമുക്ക് ഡ്രസ്സിലെവിടെയും നമുക്ക് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് വളരെ മിനിമലായിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു അടിപൊളി മൈക്കാണ് നമ്മുടെ ഈ ഒരു ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു റിസീവറിലാണെങ്കിൽ ഇപ്പോൾ ഇത് റിസീവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറേൻ്റെ റിസീവറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ക്യാമറേൻ്റെ റിസീവറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ക്യാമറ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ ഡോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ആ ഒരു നമ്മുടെ ഒരു ഫോണിൻ്റെ നമ്മൾ ആ ഒരു റിസീവറിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഇതിനകത്തും
ഇതേപോലെ 2 ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. അത് ഇതേപോലെ ബ്ലിങ്ക് ചെയ്യും. നമുക്ക് അതിൻ്റെ കൺട്രോൾസ് വരുന്നത് നമുക്ക് ഇവിടെ സൈഡിൽ കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഗെയിനൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ നേരത്തെ നമ്മൾ ആ ഒരു USB Type Cൻ്റെ നമ്മുടെ ഫോണിൻ്റെ കണക്ടറിൽ വന്ന അതേപോലെ ഇവിടെ ഒരു കണക്ടർ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ അതിനകത്തിരുന്ന് ചാർജ് ആയിക്കോളും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ട് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് ചാർജ് കുറയുന്നതിനനുസരിച്ച് നമുക്കിവിടെ ചാർജിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ മാറും. ഇതേപോലെ ഒരു നല്ല അടിപൊളി പെട്ടിക്കകത്താണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ഒരു മൈക്ക് അൺബോക്സ് ചെയ്തിട്ട് കുറച്ച് നേരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്തിട്ട് വളരെ യൂസ്ഫുൾ ആണ് സാധനം. മൊത്തത്തിൽ യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു USB Type Cൻ്റെ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാനുള്ള ട്രാൻസ്മിറ്റർ നമ്മൾ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു മൈക്ക് നമ്മൾ ഇതേപോലെ പുറത്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആ ഒരു ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ANC ഓൺ ആണ്. നമ്മളതൊന്നും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ബ്ലൂ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ANC ഓഫായി. നമ്മളൊന്നും കൂടെ പ്രസ് ചെയ്യുമ്പോൾ അത് ഗ്രീൻ ആവും. നമുക്ക് അതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു മെക്കാനിസം ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ ക്യാരിങ് ബോക്സ് ആണെങ്കിലും വളരെ നീറ്റായിട്ടുള്ളൊരു ക്ലിയർ ലേഔട്ടിലാണ്. നമ്മുടെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ USB Type Cൻ്റെ ആ ഒരു സാധനം വെക്കാനുള്ള ആ ഒരു സ്പേസ് ഇതിനകത്ത് വരുന്നില്ല. അതല്ലാണ്ട് ബാക്കി എല്ലാം കൊണ്ട് നമ്മുടെ ഈ ഒരു സാധനം പ്രൊഡക്റ്റ് വെർത്താണ്. എനിക്കിതിൻ്റെ സൗണ്ട് ഞാൻ കുറച്ച് നേരം റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ കേട്ട് നോക്കുമായിരുന്നു. എൻ്റെ സൗണ്ടിൻ്റെ ക്ലാരിറ്റി ആണെങ്കിലും വേറെ ലെവലായാണ് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് എല്ലാ ക്രിയേറ്റേഴ്സും നമുക്ക് ഈ ഒരു ലാർക്ക് M2 തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഇപ്പോൾ വലിയൊരു ക്രിയേറ്റർ ആണെങ്കിലും ചെറിയ ക്രിയേറ്റർ ആണെങ്കിലും ആരാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഹോളി ലാൻഡിൻ്റെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ കാണുന്നത്. അതിൻ്റെ കാരണം ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി വരുന്നത്, ANC വരുന്നത്, അതുപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് നല്ല ടോപ്പ് നോച്ച് ആയതുകൊണ്ട് തന്നെയാണ് നമുക്കിത് എല്ലാവരും തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓരോ രാജ്യത്ത് നമുക്ക് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് കാനഡയിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് $120 നമുക്ക് ഈ ഒരു ലാർക്കിൻ്റെ M2 നമുക്ക് കിട്ടും. ഓരോ കോംബോയ്ക്കും ഓരോ വിലയാണ്. $100 to $99 മുതൽ നമുക്ക് ഇങ്ങനെ ഓരോ കോംബോ വരുമ്പോഴത്തേനും അതിൻ്റെതായ ഡിഫറൻസിൽ നമുക്ക് ഈ ഒരു സാധനം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിനി ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന, കൂടുതലല്ല ഇത് തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓരോ വീഡിയോകൾക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കുക. ഞാൻ ഇതിൻ്റെ ഒരു ആപ്പ് കൂടെയുണ്ട്. ആപ്പ് ഞാൻ യൂസ് ചെയ്തു, പക്ഷേ എനിക്ക് അത്രത്തോളം അത് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കാത്തത്. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ നമ്മുടെ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ആപ്പിനകത്ത് ചെയ്യുന്നതെന്നൊക്കെ കാര്യങ്ങൾ ഞാൻ എന്തായാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക്